പ്രതിപക്ഷത്തിന്റെ രോഗത്തിന് സഭയിൽ അടിയന്തര ചികിത്സ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനൈകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. 10 വർഷമായി അധികാരത്തിന് പുറത്തിരിക്കുന്നതിന്റെ വെപ്രാളത്തിൽ കെട്ടിപ്പൊക്കിയ അപവാദ പ്രചരണങ്ങൾക്ക് നിയമസഭയിൽ കനത്ത മറുപടി കിട്ടിയതോടെ പ്രതിപക്ഷം മുഖം രക്ഷിക്കാൻ ഒളിച്ചോടി. ചില സംഭവങ്ങൾ പർവ്വതീകരിച്ച് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ മുന്നേറ്റം മറച്ചുവെക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ ശ്രമം. സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കിയ സമഗ്ര വികസന പ്രവർത്തനങ്ങളും കേരളം നേടിയ ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങളുമെല്ലാം ഭരണപക്ഷാംഗങ്ങൾ അക്കമിട്ട് നിരത്തിയതോടെ പ്രതിപക്ഷ വാദങ്ങളുടെ മുനയൊടിഞ്ഞു. UDF സർക്കാരിന്റെ കാലത്ത് ആശുപത്രി കിടക്കയിൽ നിന്ന് ജീവനും കൊണ്ടോടിയ രോഗികളുടെ കാര്യം കൂടി ഓർമ്മിപ്പിച്ചതോടെ പ്രതിപക്ഷാംഗങ്ങൾക്ക് ശബ്ദമില്ലാതായി. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാനം തകർന്നു വീണു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP അധ്യക്ഷനുമായ അജിത് പവാർ അന്തരിച്ചു. വിമാനത്തിന്റെ ലാൻഡിങ്ങിനിടെയാണ് അപകടമുണ്ടായത്. വിമാനം പൂർണ്ണമായും കത്തി നശിച്ചു. മഹാരാഷ്ട്രയിൽ നിന്ന് 260 കിലോമീറ്റർ അകലെയുള്ള ബാരാമതിയിലെ കർഷകരുടെ പരിപാടിയിൽ പങ്കെടുക്കാനായി അജിത് പവാറും മറ്റ് 5 പേരും യാത്ര ചെയ്യുകയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസിൽ കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്ന് നിർണായക ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്ത്. കവർന്നത് ചെമ്പുപാളികൾ പൊതിഞ്ഞ സ്വർണമാണെന്നും പാളികളിലെ മാറ്റം രാസപ്രവർത്തനം മൂലമാണെന്നുമാണ് VSSC ശാസ്ത്രജ്ഞരുടെ മൊഴി. ഇപ്പോഴുള്ളത് യഥാർത്ഥ ചെമ്പുപാളികളാണെന്നും മൊഴിയിൽ പറയുന്നു. ഒട്ടേറെ പ്രതീക്ഷകളുമായി സംസ്ഥാന ബജറ്റ് നാളെ അവതരിപ്പിക്കും. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2ാം LDF സർക്കാരിന്റെ അവസാനത്തെ ബജറ്റാണ് മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുന്നത്. നാളെ രാവിലെ 9 മണിക്ക് ബജറ്റ് അവതരിപ്പിക്കും. പീഡനക്കേസിൽ അറസ്റ്റിലായി 18 ദിവസത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്വീകരിക്കാൻ മാവേലിക്കര സബ് ജയിലിലെത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റിനോ P. രാജൻ. അടൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനൊപ്പമാണ് റിനോ എത്തിയത്. എന്നാൽ മാധ്യമങ്ങളെ കണ്ടതോടെ റിനോ മുങ്ങി. കശ്മീരി വിഘടനവാദി നേതാവ് യാസിൻ മാലിക്കിന് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് NIA സമർപ്പിച്ച അപ്പീലിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഡൽഹി ഹൈക്കോടതി 4 ആഴ്ച കൂടി സമയം അനുവദിച്ചു. ഭീകരവാദ ധനസഹായ കേസിൽ മാലിക്കിന് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ വധശിക്ഷയായി ഉയർത്തണമെന്നാണ് NIAയുടെ ആവശ്യം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാറിന്റെ മരണത്തിന് കാരണമായ വിമാനാപകടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി. സംഭവത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് മമത പറഞ്ഞു. SNDPയുമായുള്ള ഐക്യം വേണ്ടെന്ന തീരുമാനം NSS ഡയറക്ടർ ബോർഡ് ഒന്നിച്ചെടുത്തതാണെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. പിന്മാറ്റത്തിനായി ആരും ഇടപെട്ടിട്ടില്ല. ഇടപെടലുണ്ടായെന്ന വെള്ളാപ്പള്ളിയുടെ ആരോപണം ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരായ സൈനിക നീക്കങ്ങൾക്കായി സൗദി അറേബ്യയുടെ വ്യോമാതിർത്തിയോ ഭൂപ്രദേശമോ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം രാജ്യത്തിന്റെ നയം വ്യക്തമാക്കിയത്. ഇറാന്റെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും സൗദി അറേബ്യ പൂർണ്ണമായും ബഹുമാനിക്കുന്നതായി സൗദി കിരീടാവകാശി പറഞ്ഞു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് പ്രതിഷേധങ്ങളോടെ തുടക്കം. സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ഉപജീവന മിഷൻ ഗ്രാമീൺ നിയമത്തെ രാഷ്ട്രപതി പരാമർശിച്ചതോടെയാണ് പാർലമെന്റ് മുദ്രാവാക്യങ്ങളാൽ പ്രകമ്പനം കൊണ്ടത്. ജനൈകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനൈകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.